വർഷങ്ങൾക്ക് മുമ്പ് സത്യനന്ദിക്കാട് ചിത്രം സന്ദേശത്തിൽ ശ്രീനിവാസന്റെ കഥാപാത്രമായ പ്രഭാകരൻ കോട്ടപ്പള്ളി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ശ്രീനിവാസന്റെ കോട്ടപ്പള്ളി പ്രഭാകരൻ അനിയൻ പ്രകാശനുമായി തർക്കിക്കുന്നതിനിടെ അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുന്ന രംഗം ഇപ്പോൾ ലോകം നേരിടുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തിന്റെ പല ഭാഗത്തേക്കുള്ള ഇന്ധന നീക്കവും ഇപ്പോൾ തടസ്സപ്പെട്ടത് മൂലം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പാചകവാതകമടക്കമുള്ള ഇന്ധനക്ഷാമ പ്രതിസന്ധി നേരിടുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഹോട്ടലുകൾ അടച്ചു. കേരളത്തിലും ഗ്യാസിന്റെ ലഭ്യതക്കുറവ് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ശ്രീനിവാസൻ സന്ദേശത്തിൽ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: നിക്കാരാഗോയിലെ ഒട്ടേഗയെ പുറത്താക്കി. കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവം ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നുമല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷേ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാണ് പ്രഭാകരൻ പറയുന്നത്. ഇതിന് മറുപടിയായി പ്രകാശൻ ചോദിക്കുന്നത്, ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് എന്നാണ്. അതിന് പ്രഭാകരൻ നൽകുന്ന മറുപടിയാകട്ടെ, മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ എന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയെയും കേരളത്തെയും വരെ ബാധിക്കുമ്പോൾ പ്രഭാകരൻ പറഞ്ഞത് ശരിയാണെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ. ശ്രീനിവാസൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥയാണ് ഇപ്പോൾ ശരാശരി മലയാളിക്ക്. ലോകത്തെവിടെയും ഉണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ അടുക്കളയിലേക്കും എത്തുമെന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ.